സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ചേച്ചി ഭാനു ചേച്ചി ഇതെന്താ നീ വൈകിയത്? ചേച്ചിയെ കാണാനുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഓട്ടോയിൽ കയറിയത്. അപ്പൊ ഒടുക്കത്തെ ബ്ലോക്ക് ആണോ? ചേച്ചി ഒന്ന് എണീറ്റേ. എന്തിനാ? എണീക്ക്. ചടങ്ങിന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഭാവി ഞാനൊന്ന് കാണട്ടെ. എണീക്കേച്ചി. ചക്കരേ മോന്റെ ഇളയമ്മയാടാ. ഒന്ന് ഇളയമ്മയെന്ന് വിളിച്ചേ. ഇളയമ്മയെന്ന് വിളിച്ചേ. പിന്നെ ഇല്ല, ഇപ്പൊ വിളിക്കും. എടി പൊട്ടിക്കാളി, അതിന് മോനാന്ന് നിന്നോട് ആരാടി പറഞ്ഞേ? എനിക്ക് മോനെയാമേ ഇഷ്ടം. അല്ലേ ചേച്ചി? അതെ, ഇവിടെ നിന്റെ ഇഷ്ടത്തിനൊന്നും അല്ല പ്രാധാന്യം, ഭാവനയുടെയും സൂര്യയുടെയാ. തർക്കം വേണ്ട ഭാനു, മോള് തന്നെയാ. വെറ്റി വെക്കുന്നോ? ഞാൻ പറയുന്ന മോനാന്നേ. മോളാണെന്നുള്ള കാര്യത്തിൽ എനിക്കും ഭാവനയ്ക്കും തർക്കമില്ലാത്തോണ്ട് വെറ്റുവെക്കുന്നില്ല, അല്ലേ ഭാവന? അതെ. അത് ഞാൻ ചേച്ചി ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഇത് ഭാവനേച്ചിയെ പോലെ തന്നെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉള്ള, എല്ലാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന ഒരു മോള് തന്നെയായിരിക്കും. ആണോ? അങ്ങനെ ഒരു മോളിനെയല്ലേ ചേട്ടനും ഇഷ്ടം? ബെസ്റ്റ്. ഒരാളെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴാണ് അതേപോലെ മറ്റൊരാള്. ആഹാ, അങ്ങനെയാണോ? കഴിഞ്ഞു, ഒന്നും വേണ്ട. വാ, ഇവിടെ ഇരുന്നേ. നീ എപ്പോഴാ വന്നേ? ഇത് വന്നേ ഉള്ളൂ ചേട്ടാ. യാത്രയൊക്കെ സുഖമായിരുന്നു ചേട്ടാ, നിങ്ങളൊക്കെ എവിടെ പോയാ? ഈ ഭരത്തിന് സ്ഥലം നോക്കാൻ വേണ്ടി പോയതാ. സൂര്യയുടെ കെയർ ഓഫിലാ. ആണോ ചേട്ടാ? കൊള്ളാം, നല്ല സ്ഥലം. ഇനി ഇവ കൂടി ഇഷ്ടപ്പെട്ട വാങ്ങാം നമുക്ക്. സൂര്യട്ടന്റെ സെലക്ഷൻ അല്ലേ, ഒരിക്കലും മോശമാവില്ല. എല്ലാരും അടുത്തുണ്ടാവണമെന്ന് ആന്റി പറഞ്ഞപ്പോഴാ ഞാൻ ആ സ്ഥലത്തെ കുറിച്ച് ഇവനോട് പറഞ്ഞത്. അതെ, എവിടെയാണെങ്കിലും ഞാൻ വിളിച്ചാൽ ഓടിയെത്തണം. എനിക്കത്രേ പറയാനുള്ളൂ. ഇനി ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. ഭാനു വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ആണോ? ഭാനു, ഇത് എപ്പോ ഇനി വന്നേ? കുറച്ചു മുമ്പാ ഭാവന. ഇല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരുടെയും ശത്രുവായിട്ട് ഞാൻ പോകും. അപ്പൊ അറിയാൻ നിനക്ക്. കൊള്ളാം. എന്തായാലും നിന്റെ തീരുമാനം നന്നായി മോളെ. എങ്കിൽ പിന്നെ നമുക്ക് ഇവക്ക് പറ്റിയൊരു ഡോക്ടറെ തന്നെ നോക്കാൻ ചെയ്തു. ഈ കുടുംബത്തിലെ അവസാനത്തെ കല്യാണല്ലേ, നമുക്കിത് ഗംഭീരാക്കാം. ഹാപ്പി അല്ലേ?